ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം. ശ്ലോകം 42. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി വിപശ്ചിതഃ വേദവാദരതാ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ. ശ്ലോകം 43. കാമാത്മാന സ്വർഗപരാ ജന്മ കർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. വിവർത്തനം. സ്വർഗലോകപ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രഭാവം എന്നിവയ്ക്കു വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. ഭാവാർത്ഥം. സാധാരണ മനുഷ്യർ സ്വതവേ വളരെ ബുദ്ധിമാന്മാരല്ല. അറിവില്ലായ്മ കാരണം വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഫലേച്ഛാപൂർവകങ്ങളായ കർമ്മങ്ങളാൽ അവർ ഇത്രയും ആസക്തരാകുന്നു. ഭൗതിക ഐശ്വര്യ സമൃദ്ധിയും സ്ത്രീകളും മദ്യവും വേണ്ടുവോളമുള്ള സ്വർഗത്തിലെ ഇന്ദ്രിയ സുഖം തികഞ്ഞ ജീവിതത്തെ കവിഞ്ഞ് ഒന്നും അവർക്ക് ആഗ്രഹമില്ല. വേദോക്തങ്ങളായ യജ്ഞങ്ങളിൽ സ്വർഗലോക വാസമുദ്ദേശിച്ച് അനുഷ്ഠിക്കേണ്ടതായി പലതുമുണ്ട്. വിശേഷിച്ച് ജ്യോതിഷ്ഠോമ യജ്ഞങ്ങൾ. വാസ്തവത്തിൽ സ്വർഗേച്ഛുവായ ഏതൊരാളും ഇവ ചെയ്തിരിക്കണമെന്നത്രേ വിധി. അല്പബുദ്ധികൾ വൈദിക ജ്ഞാനത്തിന്റെ ഉദ്ദേശ്യം തന്നെ ഈ സ്വർഗലോക പ്രാപ്തിയാണെന്ന് വിശ്വസിച്ചു പോരുന്നു. അനുഭവജ്ഞാനം കുറഞ്ഞ അക്കൂട്ടർക്ക് കൃഷ്ണാവബോധത്തോടെ സുനിശ്ചിത കർമ്മത്തിൽ മനസ്സുറപ്പിക്കാൻ പ്രയാസം കൂടും. ഫലമെന്തെന്നറിയാതെ മൂഢന്മാർ വിഷവൃക്ഷത്തിന്റെ പൂക്കളാൽ ആകൃഷ്ടരാവുന്നത് പോലെ അജ്ഞാനികളായ മനുഷ്യർ സ്വർഗീയമായ ഐശ്വര്യത്താലും അവിടെയുള്ള സുഖഭോഗങ്ങളാലും ആകർഷിക്കപ്പെടുന്നു. ചാതുർമാസ്യ വ്രതമനുഷ്ഠിക്കുന്നവർ സോമപാനം ചെയ്ത് അനശ്വരതയും സന്തുഷ്ടിയും നേടാൻ അർഹരാകുമെന്ന് വേദങ്ങളിലെ കർമ്മകാണ്ഡ വിഭാഗത്തിൽ പറയുന്നു. അപാമ സോമം അമൃത അഭോമ എന്നും അക്ഷയ്യം ഹവൈ ചാതുർമാസ്യം യജ്ഞസുഹൃതം ഭവതി എന്നും. ചിലർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ ഇന്ദ്രിയ സുഖ ആസ്വാദനത്തിന് വേണ്ടുന്ന കരുത്താർജിക്കാൻ വേണ്ടി സോമരസം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയിൽ അവർക്ക് വിശ്വാസമില്ല. ആർഭാടമേറിയ വൈദിക യജ്ഞച്ചടങ്ങുകളിൽ നന്നേ താല്പര്യമുണ്ടുതാനും. പ്രായേണ ഭോഗേച്ഛുക്കളായ അവർക്ക് സ്വർഗീയ ജീവിത സുഖങ്ങളിൽ മാത്രമാണ് താല്പര്യം. അവിടെ സ്വർഗത്തിൽ നന്ദനവനമെന്നൊരു തോട്ടമുണ്ടെന്നും അതിൽ സുന്ദരികളായ ദേവാംഗനകളുമായി സഹവസിക്കാനും ഇഷ്ടം പോലെ സോമരസം ആസ്വദിക്കാനും സാധിക്കുമെന്നും പറയപ്പെടുന്നു. തീർച്ചയായും ഇന്ദ്രിയബദ്ധമാണത്തരം ശാരീരികാനന്ദം. കേവലം ഭൗതികവും നശ്വരവുമായ സുഖത്തിൽ മുഴുകി ഐഹിക പ്രപഞ്ചത്തിനുടമകളായി നാൾ കഴിക്കുന്നവരാണ് അവിടെയുള്ളത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.